PV അൻവർ MLA കലിപ്പിലാണ്. എന്താ കാര്യം? ഇവിടത്തെ പോലീസ് സിസ്റ്റവും അതിന്റെ തലപ്പത്തിരിക്കുന്നവർ ഒന്നും ശരിയല്ലെന്നാണ് മൂപ്പരുടെ അഭിപ്രായം. കേരളത്തിലെ പോലീസുകാരെ നേർവഴിക്ക് നടത്തിക്കാൻ പുതിയ ചില സമര രീതികളുമായി ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ MLA. മലപ്പുറത്തൊരു യുദ്ധം നടക്കാണ്. ആരൊക്കെ തമ്മിലാ? MLAയും SP-യും തമ്മില്. പ്രശ്നങ്ങൾ തുടങ്ങുന്നത് മൂപ്പരുടെ പാർക്കിലെ റോപ്പേ കാണാതാവണത് മുതലാണ്. റോപ്പേ കാണാതായതിൽ പരാതി കൊടുത്തിട്ടും പോലീസിന് ഒരു അനക്കവും ഉണ്ടായില്ല എന്നുള്ളതാണ് MLAയുടെ കലിപ്പിന്റെ ആദ്യ കാരണം. 9 ലക്ഷം വില വരുന്ന റോപ്പ് വേക്ക് ഉപയോഗിച്ചിരുന്ന സ്റ്റീൽ കേബിൾ 2300 ചില കിലോ വെയിറ്റ് ഒരാൾക്കും 2 ആൾക്കും 10 ആൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു സംഘമായി അതിന്റെ സംവിധാനത്തോടു കൂടി വന്ന് മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. കൊണ്ടുപോയിട്ട് 5-8 മാസമായി. 3 പ്രാവശ്യം ജില്ലാ പോലീസ് സൂപ്രണ്ടിനെയും വിളിച്ചു. എങ്ങനെ ഏത് പൊട്ടന് കണ്ടുപിടിക്കാൻ കഴിയില്ല? ഇത്രയും വലിയ സാധനം ഇത്രയും ആളുകൾ ആ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തുകൊണ്ടുപോയിട്ട് ഇത്രയും ദിവസമായി കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാലും ആ പരാതി പോലീസ് അന്വേഷിക്കാഞ്ഞത് എന്തായിരിക്കും? മൂപ്പര് പറഞ്ഞ പോലെ ഇത്രയും വെയിറ്റുള്ള സാധനം എന്തായാലും ഒരാള് പൊക്കിക്കൊണ്ടുപോയതൊന്നും ആയിരിക്കില്ലല്ലോ. അൻവറേട്ടൻ ഇങ്ങനെ പോലീസിനെ വിമർശിക്കുന്നുണ്ട് പോലീസ് തിരിച്ച് പണി കൊടുത്തതാണോന്ന് ഞങ്ങളുടെ അൻവറേട്ടൻ നല്ല സംശയമുണ്ട് കേട്ടാ. അന്നത്തെ പോലീസ് അസോസിയേഷൻ പ്രോഗ്രാമിന് അൻവറേട്ടൻ സമയത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ SP പരിപാടിക്ക് എത്താൻ വൈകി. പിന്നെ പോരെ പൂരം. ഒരു ചായയിലെ രാവിലെ കുടിക്കാൻ പറ്റുള്ളൂ. ഞാൻ 2 ചായ കുടിച്ചു മലപ്പുറത്ത്. പിന്നെ ഞാൻ 10:20 അവിടെ വന്നത്. ഇവിടെ 27 മിനിറ്റ് ഞാൻ കാത്തിരുന്നു. ഒരു കുഴപ്പമില്ല. അദ്ദേഹം തിരക്ക് പിടിച്ച ഓഫീസറാണ്. ആ തിരക്കിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വരായിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. നമ്മൾ ആരും കാത്തുക്കാൻ തയ്യാറാണ്. പക്ഷെ അവൻ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വരാതിരുന്നെങ്കിൽ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. നല്ലൊരു ജനപ്രതിനിധി ഇങ്ങനെ കാത്തിരിപ്പിക്കുന്നത് ശരിയാണോ പോലീസ് മാമ? നിങ്ങൾക്കുള്ള പോലെ തിരക്ക് മൂപ്പർക്കും ഇല്ലേ? അങ്ങനെ പൊതുവേദിയില് കേരള പോലീസിലെ മിടുക്കനായ ഉദ്യോഗസ്ഥനെ അധിക്ഷേപിച്ച് നമ്മുടെ അൻവറേട്ടൻ സംതൃപ്തി അടഞ്ഞു. SP അതേ സ്റ്റാൻഡേർഡിൽ മറുപടി പറയുന്ന കരുതിയ MLA കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. ഞാൻ അല്പം തിരക്കിലാണ്, അതുകൊണ്ട് ഒരു പ്രസംഗത്തിനുള്ള ഒരു മൂഡിലല്ല ഞാൻ. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നു. ഒന്നോ SP എന്തെങ്കിലും മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ വിഷയം ആളിക്കത്തിക്കാന്ന് കരുതിയിരുന്ന MLAക്ക് അതൊരു തിരിച്ചടിയായി. പിന്നീട് അങ്ങോട്ട് അൻവറേട്ടൻ അന്വേഷണമായിരുന്നു. SP-ക്ക് എന്തെങ്കിലും ഒരു പണി കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാ ശരിയാവാ? അല്ല, SP-ക്ക് കുറച്ച് നേർവഴി പറഞ്ഞു കൊടുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മലപ്പുറം SP ഓഫീസിലെ മരങ്ങൾ അനധികൃതമായി മുറിച്ചു കടത്തിയെന്ന് MLAക്ക് ഒരു വിവരം കിട്ടിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ SP ഓഫീസിലേക്ക് വെച്ച് പിടിച്ചു. പക്ഷെ പണിവാളി. സിനിമ സ്റ്റൈലിലൊക്കെ കയറി ചെന്നിട്ടും നമ്മുടെ MLA-നെ SP ഓഫീസിലേക്ക് കാവല് നിന്ന ഉദ്യോഗസ്ഥൻ കയറ്റിവിട്ടില്ല. അവിടെയും ഒരു ജനപ്രതിനിധിയെ അപമാനിച്ച് കേരള പോലീസ് മാതൃകയായി. അനുവാദത്തിനാണല്ലോ ചോദിക്കുന്നത്. അപ്പൊ അയാൾ ഇവിടെ വരുന്ന ആളുകളൊക്കെ ഇവിടുന്ന് അനുവാദം വാങ്ങിയിട്ടാണ് അകത്തേക്ക് പോകാൻ. ഇവിടെ ആരും വരാറില്ല സാറ് കാണാൻ. ആളെ കാണാൻ വരാത്ത ആൾ മനുഷ്യരായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ്. ക്യാമ്പ് ഓഫീസിൽ മനുഷ്യന്മാർ കാണാൻ വരും. മൂർഖം പാമ്പിനെയാണ് നിങ്ങൾ നോവിച്ചു വിട്ടിരിക്കുന്നത്. ശരിയാക്കി തരട്ടാ എന്ന് പറഞ്ഞു പോയതിന് ശേഷം പിന്നെ നമ്മുടെ MLA പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാ? 2-3 ഫ്ലക്സ് ഒക്കെ സെറ്റാക്കി ഒരു കൊടയും ചൂടി SP-യുടെ വസതിക്ക് മുന്നിൽ ഒറ്റ ഇരിപ്പായിരുന്നു മക്കളെ. നീതിക്ക് വേണ്ടിയുള്ള ഒറ്റയാൾ പോരാട്ടം. അൻവറേട്ടൻ തീ തന്നെ. പിന്നീട് സംസ്ഥാന പോലീസ് മേധാവിമാർക്കെതിരെ യാറഞ്ചം പോറഞ്ചം വിമർശനം. ഒരു MLA എന്ന നിലക്ക് ഞാൻ അദ്ദേഹത്തിന് ഒരു മെയിൽ അയച്ചു. ഇങ്ങനെ ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു സബ് ഇൻസ്പെക്ടർ ഇങ്ങനെ ഒരു പരാതി നൽകിയിരുന്നല്ലോ, അതിന്റെ വസ്തുത എന്താണ് എന്ന് അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു മെയിൽ കൊടുത്തു. ആ മെയിലിന് ഇന്നലെ വരെ, ഈ നിമിഷം വരെ അദ്ദേഹം മറുപടി നൽകിയില്ല. SP-യും ADGP-യും ഒന്നും ശരിയല്ല എന്നാണ് നമ്മുടെ MLA-യുടെ അഭിപ്രായം. ഈ രീതിയിലാണ് പോലീസിന്റെ നിലപാടെങ്കിൽ അത് നമ്മുടെ ജനാധിപത്യത്തിന് ഒരിക്കലും ഭൂഷണമല്ല. ഇത് ഞങ്ങൾക്ക് മാത്രമല്ല, എല്ലാ പാർട്ടിയിൽപ്പെട്ട എല്ലാ പൊതുപ്രവർത്തകർക്കും ഇത് ബാധകമാണ്. അതെ, ഇവിടുത്തെ പോലീസ് സിസ്റ്റം ശരിയല്ല. ആഭ്യന്തര വകുപ്പ് ആകെ തകർന്നിരിക്കുന്നു. Where is our CM? അൻവറേട്ടന്റെ ആശങ്കകൾ കാണുന്നില്ല നിങ്ങള്? അപ്പൊ അതിൽ കൃത്യമായ ഡോക്യുമെന്റ്സ് അതിലുണ്ട്. അതിന്ന് പ്രസ് കോൺഫറൻസിൽ നൽകാം. ഞാൻ വെറുതെ പറഞ്ഞ് എന്റെ സമയവും ഡേറ്റൊന്നും തെറ്റണ്ട. ഇന്ന് വൈകുന്നേരം ഞാൻ പ്രസ് കോൺഫറൻസ് നടത്തുന്നുണ്ട്. എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഭരണപക്ഷത്തിരിക്കുന്ന ഒരു MLA പോലീസിനെതിരെ പ്രതിഷേധം നടത്തുന്നു. അമ്പോ വെറൈറ്റി ആണല്ലോ എന്ന് എല്ലാവരും ആലോചിച്ചു. എന്തായാലും തെളിവൊക്കെ ദിപ്പ കാണിച്ചരാന്ന് പറഞ്ഞല്ലേ മൂപ്പര് പോയത്. പക്ഷെ പുള്ളി ആ പോക്ക് പോയതാ, പിന്നെ തിരിച്ചു വന്നില്ല.
PV അൻവറിന്റെ പ്രതിഷേധത്തിൽ CPIഎമ്മിന് കടുത്ത അതൃപ്തി ഉണ്ടെന്നോ ആ വിഷയത്തിൽ ജില്ലാ സെക്രട്ടറി മൂപ്പരെ വിളിച്ചു വരുത്തി വിശദീകരണം തേടിയെന്നൊക്കെ ഒരു നാട്ടുവർത്താനുണ്ട് കേട്ടോ. പോലീസിനെതിരായ PV അൻവറിന്റെ പ്രതിഷേധം പാർട്ടിനെ പ്രതിരോധത്തിലാക്കിയെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. പ്രതിഷേധത്തിലൂടെ ഒന്ന് കത്തിക്കയറാന്ന് കരുതിയപ്പോഴത്തേക്കും പാവം ഞങ്ങളുടെ അൻവറേട്ടനെ പാർട്ടി കണ്ണുരുട്ടി പേടിപ്പിച്ചല്ലോ. സാരല്ല, പുതിയ സമരമുറകളുമായി ഇനിയും ഇതുവഴി വരില്ലേ അൻവറേട്ട. ഇനി അഭിനയ പ്രതിഭ മുകേഷ് ഏട്ടനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സംരക്ഷണ കവചത്തെക്കുറിച്ചുമുള്ള വിശേഷങ്ങളാണ്. മലയാള സിനിമയിലെ വെളിപ്പെടുത്തലുകളിലെ പൊട്ടിത്തെറി സിനിമാ മേഖലയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും വിള്ളലുണ്ടാക്കിയിരിക്കുകയാണ്. മുകേഷിന്റെ പേരിലുള്ള ആരോപണങ്ങളിൽ വെള്ളം കുടിക്കാണ് ഇടതുപക്ഷം. മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് നാടുനീള പ്രതിഷേധം നടക്കുമ്പോഴും ആ വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഭിന്നത ഉണ്ടാക്കാനും അവർ മറന്നില്ല കേട്ടോ. യെസ് കോംറേഡ് തിങ്സ്. ഒന്നിനുമേത് ഒന്നായി ലൈംഗികാതിക്രമ ആരോപണങ്ങൾ വന്നിട്ടും മുകേഷ് തളർന്നില്ല. എന്തുകൊണ്ടാ? പാർട്ടി സംരക്ഷിക്കാൻ കൂടെയുള്ളിടത്തോളം കാലം പിന്നെ എന്തിനാ മുത്തേ മുകേഷ് ഏട്ടൻ പേടിക്കണത്? നമ്മുടെ കേരളത്തിൽ ഇതിനു മുൻപ് 2 MLA-മാർ, ആ 2 MLA-മാർക്കെതിരെ ഇതിനേക്കാളും വലിയ പീഡന കേസുകളാണ് രജിസ്റ്റർ ചെയ്ത് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ 3ാമതാണ് ഒരു MLA-ക്ക് നേരെ വരുന്നത്. 2 MLA-മാരുടെയും അതാത് ബന്ധപ്പെട്ട പാർട്ടികൾ നടപടി സ്വീകരിച്ചാൽ 2 MLA-മാർ രാജിവെച്ചു പോയാൽ തീർച്ചയായും 3ാമത്തെ ആളും രാജിവെക്കേണ്ടി വരും. ലൈംഗികാരോപണം നേരിട്ട കോൺഗ്രസ് MLA-മാർ ആദ്യം രാജിവെക്കട്ടെ, എന്നിട്ട് മുകേഷിന്റെ കാര്യം ആലോചിക്കാന്ന് പറഞ്ഞ് നമ്മുടെ കോംറേഡ്സ് ഒക്കെ മുകേഷിന് വേണ്ടി സംരക്ഷണ കവചം തീർത്തു. പക്ഷെ പെട്ടെന്നാണ് ആ സംരക്ഷണ കവചത്തിൽ വിള്ളലുകൾ വീണത്. കേസ് രജിസ്റ്റർ ചെയ്തതോടെ ചാർജ് ചെയ്തതോടെ പിന്നെ അദ്ദേഹത്തിന് ആ പദവിയിലിരിക്കാൻ 1 മിനിറ്റ് പോലും ആ പദവിയിലിരിക്കാനുള്ള ധാർമ്മികമായതോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം. ആനി രാജയുടെ പ്രസ്താവനയ്ക്ക് കരുത്ത് പകർന്നുകൊണ്ട് പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ബലാത്സംഗ കേസ് പ്രതികളായ കോൺഗ്രസ് MLA-മാർ നിയമസഭാ സാമാജികരായി തുടരുന്നു. അവർ ചെയ്തതുകൊണ്ട് നമ്മളും എന്ന വാദത്തിലേക്ക് കടക്കരുത്, അത് തെറ്റാണെന്ന് ബൃന്ദ കാരാട്ടിന്റെ ലേഖനം. അല്പസ്വല്പം സ്വാതന്ത്ര്യം തന്നു കരുതി അന്തസ്സുള്ള പാർട്ടി പ്രവർത്തകർക്ക് ചേർന്ന കാര്യമാണോ ഇവരീ പറയണത്? സ്ത്രീ ശബ്ദം ഉയർന്നത് തന്നെ ലക്ഷണക്കേടാണ്. ഇവരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ ഞാൻ തന്നെ അവതരിച്ചേ മതിയാവൂ എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആഞ്ഞടിക്കാൻ അത് ബിനോയ് വിശ്വം വരികയാണ്. സുഹൃത്തുക്കളെ, വരികയാണ്. CPI-യിൽ അത് വേറൊരു വിരോധമാണ്. CPI-യിൽ ഒരു തർക്കം, അവിടെ അങ്ങനെ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ. ഇവിടുത്തെ കാര്യം പറയാൻ ഇവിടെ CPI-ക്ക് നേതൃത്വമുണ്ട്, നമുക്ക് പറയും. ഇവിടെയും അവിടെയും ഒന്നും 2 കാഴ്ചപ്പാട് CPI-ക്ക് ഇല്ല. അല്ല കോമ്രേഡ്, വേറെ ആരും അല്ലല്ലോ, നമ്മുടെ ദേശീയ നേതാക്കൾ തന്നെയല്ലേ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞത്. അതിന് ഇത്ര സ്വരം ഘടിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെയും അവിടെയും ഒന്നും 2 കാഴ്ചപ്പാട് CPI-ക്ക് ഇല്ല. കേരളത്തിലെ CPI രാഷ്ട്രീയം പറയേണ്ടത്, നിലപാട് പറയേണ്ടത് കേരളത്തിലെ CPI സ്റ്റേറ്റ് സെക്രട്ടറിയാണ്, അതല്ലാതെ വേറെ ആരുമല്ല. അങ്ങനെ പറയ്. ഇത് നമ്മുടെ സുരേഷ് ഗോപിജി സ്റ്റൈലല്ലേ? വീട്ടിൽ നിന്ന് വരുമ്പോ വീട്ടിലെ കാര്യം ചോദിക്കണമെന്ന് സുരേഷ് ഗോപിജി പറഞ്ഞ പോലെ തന്നെ ബിനോയ് വിശ്വം വേർഷൻ. കേരളത്തിലെ കാര്യങ്ങള് കേരളത്തിലെ നേതാക്കൾ പറയും, അവിടെ കേന്ദ്ര നേതാവിന്റെ ആവശ്യമില്ലാന്ന്. വാവ്, പൊളി പൊളി. ആനി രാജ NFIW നേതാവാണ്, അതൊരു പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമാണ്. കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിലപാട് പറയേണ്ടത് കേരളത്തിലെ പാർട്ടിയാണ്, അതിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ഇതെല്ലാം പാർട്ടിക്കകത്തുള്ള വ്യവസ്ഥാപിതമായ എല്ലാവർക്കും ബോധ്യമുള്ള അടിസ്ഥാന പാഠങ്ങളാണ്. ഇതിൽ കൂടുതൽ മുകേഷ് ഏട്ടന് സന്തോഷിക്കാൻ വേറെ എന്ത് വേണം? മുകേഷ് ഏട്ടാ, നിങ്ങൾ ഇതൊക്കെ കാണണ്ടല്ലോ അല്ലേ? നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാക്കളെ തന്നെ തള്ളി പറയണത് കണ്ടില്ലേ? വേറെയുമുണ്ട് ഹാപ്പി ന്യൂസ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിങ്ങളുടെ കാര്യമൊന്നും ചർച്ച ചെയ്തില്ല. പിന്നെ അവർക്കിപ്പോൾ അതല്ലേ പണി. ഇനിയിപ്പോൾ വീണ്ടും ചർച്ച ചെയ്താലും രാജ്യാവശ്യം പരിഗണിക്കാനൊന്നും പോണില്ലെന്നേ. സന്തോഷായില്ലേ? സ്ത്രീപക്ഷ നിലപാടുള്ള പാർട്ടിയുടെ ഉറച്ച ചുവടുവെപ്പുകൾ. ആഹാ, അന്തസ്. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി തിങ്കളാഴ്ച കാണാം. നന്ദി, നമസ്കാരം.